തഴവ കുതിരപ്പന്തി പരിഷ്കാര ഗ്രന്ഥശാലയുടെ രജത ജൂബിലി ആഘോഷം നടത്തി. കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനവും നടന്നു. പുസ്തക പ്രകാശനവും ഇതോടനുബന്ധിച്ച് നടത്തി. തഴവ കുതിരപ്പന്തി പരിഷ്കാര ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ രജത ജൂബിലി ആഘോഷമാണ് നടത്തിയത്. ഇതോടനുബന്ധിച്ച് കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു. സാംസ്കാരിക സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. 1.25 കോടി രൂപയാണ് തെരഞ്ഞെടുപ്പ് അസംബ്ലി മണ്ഡലത്തിലെ വിവിധ വായനശാലകൾക്ക് വേണ്ടി മാത്രം വിവിധ പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടത് പണം അനുവദിച്ചത് എന്നുള്ള സന്തോഷവും അഭിമാനവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുക. നമ്മുടെ നാടിന്റെ വികസനത്തിന് നമ്മൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രവും പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയവും ഒരു തടസ്സമാകരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഗ്രന്ഥശാല പ്രസിഡന്റ് R ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. സലീം അമ്പിത്തറ സ്വാഗതം പറഞ്ഞു. കൂടത്തറ ശ്രീകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് നിർവഹിച്ചു. വായനശാലകളിൽ എണ്ണം കുറഞ്ഞതിന്റെ ഫലമായി വായനയുടെ എണ്ണം കുറഞ്ഞതിന്റെ ഫലമായി നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത പലതും സംഭവിക്കാൻ തുടങ്ങി. കുറച്ചപ്പുറത്ത് മാതിരിയാണ് ഒരുതൻ 2 സ്ത്രീകളെ കറി വെച്ച് കഴിച്ചത്. അപ്പൊ അവൻ വിശ്വസിക്കുന്നത് ഈ 2 എണ്ണത്തിനെ അറുത്ത് മുറിച്ച് കഷ്ണമാക്കി അവർ ചുവയെ കുടിച്ച് അവരെ കറിയാക്കി കഴിച്ചാൽ എന്തോ വലിയ സമൃദ്ധി കൊണ്ടുപോയാൽ ചേരാപ്പോണെന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. അതുപോലെ പലതും നമ്മുടെ നാട്ടിലെ വിശ്വാസങ്ങൾ എത്ര കണ്ടിരട്ടി പാവം തിമിംഗലത്തിന്റെ രക്ഷയില്ല. തിമിംഗലത്തിന്റെ വിസർജി അത് ഏതോ സൗഭാഗ്യ സിദ്ധി വരുമെന്നാണ് കേട്ടിരുന്നത്. ഇങ്ങനെയുള്ള ധാരാളം നമ്മൾ പാർലമെന്റിലേക്ക് ഇരിക്കുമ്പോൾ കേരളത്തെ കുറിച്ച് പറയുന്നത് ഇത്രയധികം വിദ്യാസമ്പന്നരുള്ള നാട്. ഗ്രന്ഥശാല ഭരണസമിതി അംഗം ഷാജി സോപാനം രചിച്ച നൂപുരധ്വനി എന്ന കവിതകളുടെ സമാഹാരവും സമ്മേളനത്തിൽ പ്രകാശനം ചെയ്തു. പുസ്തക പ്രകാശനം ഡോക്ടർ T ജമാൽ മുഹമ്മദ് നിർവഹിച്ചു. AM മുഹമ്മദ് പുസ്തകം ഏറ്റുവാങ്ങി. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും കാനഡയിലൊക്കെ പോകുന്ന ആളുകൾ തിരിച്ചു വരുന്ന കാര്യം വളരെ അപൂർവമാണ്. ഗൾഫില് പോയാൽ തിരിച്ചു വരും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയും സ്ഥിരതാമസത്തിനുള്ള സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം പത്തനംതിട്ട, കോഴഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ ഒരു വലിയ വീട്, എല്ലാ സൗകര്യങ്ങളോടും കൂടി വീടുണ്ടാവും. അവിടെ 80ഉം 25ഉം വയസ്സുള്ള അച്ഛനും അമ്മയും ഉണ്ടാവും, മക്കളുണ്ടാകും. പലപ്പോഴും അച്ഛനമ്മയെ കാണുവാൻ അവർ വരും, തിരിച്ചു പോകും. തിരിച്ചു വരുന്ന സ്ഥിരമായി തിരിച്ചു വരുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ കുശസ്ഥലി പുസ്തക പരിചയം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തഴവ.